ഓക്കെ. ഗുഡ് ഈവനിങ് എവ്രി വൺ. ഞാൻ കവിത ഫ്രാൻസിസ് ഡൽഹിയിൽ നിന്നാണ് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാനൊരു 3 വർഷമായിട്ട് തോമസ് സാറിന്റെ ശിഷ്യയാണ്. സാറിന്റെ ക്ലാസ്സുകളിലൊക്കെ മിക്കവാറും ക്ലാസ്സുകളിലൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് സാറ് ഈ അടുത്ത 1 മണിക്കൂറിലേക്ക് വേണ്ടിയിട്ട് ചിന്തിക്കാനായിട്ട് ഒരു വിഷയമായിട്ട് തന്നിരിക്കുന്നത് സീക്രട്ട് ഓഫ് ഹാപ്പിനെസ് റിവീൽഡ്. അതാണ് സാർ ഇന്ന് വെബിനാറിന് നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് വിഷയമായിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ ഈ ടോപ്പിക്ക് കണ്ടപ്പോ ചിലരെങ്കിലും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാവും അങ്ങനെ ഒരു സീക്രട്ട് ഉണ്ടോ എന്ന്. പിന്നെ ആരെങ്കിലും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാവും എന്തായിരിക്കും ഈ ഹാപ്പിനെസ്. ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ ചിന്തയിലൂടെ കടന്നു പോയിട്ടുണ്ടാവും അല്ലെ. അപ്പോ പലതരത്തിലുള്ള ഇമോഷൻസിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട് ദിവസേന എന്നവണ്ണം. അതിൽ ദേഷ്യമുണ്ട്, സങ്കടമുണ്ട്, നിരാശയുണ്ട്. ഇതൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിർവചിക്കാനും പറ്റും അല്ലെ. പക്ഷെ നമ്മൾ ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മളൊരു നിർവചനം കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അത് തന്നെയാണോ യഥാർത്ഥത്തിൽ ഹാപ്പിനെസ്? ഇതാണ് സാർ ഇന്ന് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ആക്ച്വലി അവിടെ നമുക്ക് എൻ്റെ ഒരു സാറിന്റെ ക്ലാസ്സിലൂടെ കടന്നു പോയതിന്റെ ഒരു വെളിച്ചത്തില് ഞാൻ പറയുകയാണ്, ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇമോഷണൽ സ്റ്റേറ്റ് ആണ്. അവിടെ സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്, ഒരു നിറവുണ്ട്. ഇതെല്ലാം കൂടെ ഒക്കെ കൂടിച്ചേരുന്ന ഒരവസ്ഥ, അതാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല, അല്ലെങ്കിൽ അത്രത്തോളം വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാനുള്ള ഒരു അറിവും എനിക്കില്ല. അപ്പൊ അതൊക്കെ നമുക്ക് സാറിൽ നിന്ന് തന്നെ കേൾക്കാം. എന്താണ് അത്, അതിന്റെ വിശദാംശങ്ങൾ, അതിന്റെ സീക്രട്ട് എന്താണ്, ഇതൊക്കെ നമുക്ക് സാറിൽ നിന്ന് തന്നെ കേൾക്കാം. അപ്പോ ഈ 1 മണിക്കൂർ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ഫലപ്രദമായ രീതിയിൽ അത് ഉപയോഗപ്പെടുത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ ക്ലാസ്സും പോലെ തന്നെ അല്ലെങ്കിൽ എല്ലാ വെബിനാറും പോലെ തന്നെ ഇതും കുറേയേറെ അറിവുകളുടെ 1 മണിക്കൂറായിരിക്കും നമുക്ക് സമ്മാനിക്കാൻ പോകുന്നത്. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ ആദ്യം തോമസ് സാറിനെ സ്വാഗതം ചെയ്യുകയാണ് ഈ ക്ലാസ്സിലേക്ക്. ഒപ്പം ഈ ക്ലാസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറേയേറെ അറിവുകളായിരിക്കും നമുക്ക് ഈ 1 മണിക്കൂറിലൂടെ സാർ പകർന്നു തരാൻ പോകുന്നത്. സാറിന്റെ വിശാലമായ അറിവിൽ നിന്ന് ഏതാനും ചില തുള്ളികൾ എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം. അതായിരിക്കും നമുക്ക് ഈ 1 മണിക്കൂറിലൂടെ സാറ് പകർന്നു തരാൻ പോകുന്നത്. പക്ഷെ എന്നാലും അതിനൊരു ആഴം ഉണ്ടാവും, അതിനൊരു വ്യാപ്തി ഉണ്ടാവും. അത് നമ്മളൊക്കെ ആലോചിക്കുന്നതിന് അപ്പുറത്തേക്കും കാര്യങ്ങൾ സാറ് പറഞ്ഞു വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും ഞാൻ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു കവിത. ഞാനോ ശ്രീജ പറഞ്ഞിട്ടുണ്ടോന്ന് വാക്ക. ശ്രീജയ്ക്ക് എന്താ പറ്റിയ ക്ഷീണം കാണുന്നുണ്ടല്ലോ, പനി പിടിച്ചോ? പനിയൊന്നും പിടിച്ചില്ല സാർ, ഏതാണ്ട് ക്ഷീണമുണ്ട്. ഞാൻ വിളിക്കണം എന്ന് ഓർത്തിരിക്കുവായിരുന്നു. ഓക്കെ, എന്നാ ഇവിടെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം. ആയിക്കോട്ടെ, ചിലപ്പോൾ ഇത് കഴിയുമ്പോൾ തീരുമായിരിക്കും. തീരാവുന്ന ഹാപ്പിനെസ് റിവീൽ ചെയ്യുമ്പോഴത്തേക്ക് തീരാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ. ഗുഡ് ഈവനിങ് ഓൾ. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് വന്ന എല്ലാവർക്കും മാഡം സ്വാഗതം പറഞ്ഞു. അതുപോലെ ഇന്ന് തിരിച്ചു പോകുമ്പോഴത്തേക്ക് 1 മണിക്കൂറത്തെ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടാവുന്നത് ഒരു ഹാപ്പിനെസ് നമുക്ക് വാങ്ങിക്കാനോ വിളിക്കാനോ പറ്റില്ല. പക്ഷെ നമ്മുടെ എങ്ങനെ കണ്ടെത്താം എന്നുള്ള ഒരു ടാബ്ലറ്റ് സാറ് തരും. അത് ഇത്തിരി ആവശ്യമുണ്ട് എനിക്ക്. ഈ ഇടയ്ക്കിടയ്ക്ക് എനർജി പോവും, അന്നേരം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ മാറാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ക്ലാസ്സിൽ വന്ന എല്ലാവർക്കും നല്ല ഒരു വിലപിടിപ്പുള്ള ഒരു കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. ഞാൻ ഇവരെ കൊണ്ടൊക്കെ പറയിപ്പിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇവരൊക്കെ കുറെ ക്ലാസ് അറ്റൻഡ് ചെയ്തതാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തിനാ ഇവരിപ്പോ വീണ്ടും വീണ്ടും ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് വരുന്നത്? NLP ഹാപ്പിനെസ് കൊടുക്കുമെന്ന് പറഞ്ഞത്. അപ്പൊ സാർ ഇത്രയും നാളും NLPയുടെ ക്ലാസ് എടുത്തിട്ട് ഇവർക്കൊന്നും ഹാപ്പിനെസ് കിട്ടിയിട്ടില്ല എന്ന് ചോദിക്കും. അപ്പൊ അതിന്റെ ഉത്തരം ഞാൻ അവസാനം പറഞ്ഞോളാം. ഇനി ആരെങ്കിലും അടുത്തയാള് പാട്രിക് സാർ 2 വാക്ക് പറ. Good evening everybody. ഞാൻ പാട്രിക് ലിയോൺ ഫ്രം ട്രിവാൻഡ്രം. ഞാൻ കഴിഞ്ഞ 1.5 വർഷം 2 വർഷത്തോളമായി ഞാൻ സാറിന്റെ കൂടെ
ക്ലാസ്സുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് കുറച്ച് ദിവസത്തേക്ക് സ്ഥലത്തില്ലായിരുന്നത് കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോഴത്തേക്ക് എനിക്ക് തന്നെ ഒരു തോന്നലുണ്ടായി, ഞാൻ ട്രാക്ക് വിട്ടു പോവുകയാണോ എന്ന്. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും തുടർച്ചയായി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത്. സാറിന്റെ ഈ ഇത് ഇങ്ങനെ നമുക്ക് ഇത് ഇങ്ങനെ പകർന്നു തരാനുള്ള സാറിന്റെ ഈ ആത്മാർത്ഥത എപ്പോഴും എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട്. ഇന്നലെ ഒരു ക്ലാസ് തീർന്നതേ ഉള്ളൂ. അതിന്റെ അടുത്ത ദിവസം സാർ ഫ്രീ വെബിനാർ വെച്ചിരിക്കുന്നു. എന്റെയൊക്കെ സ്വഭാവത്തിനാണെങ്കിൽ ഒരു 2 ദിവസം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് അടുത്ത ഒരു ഫ്രീ വെബിനാർ പിന്നെ സൗകര്യം പോലെ വെക്കത്തേ ഉള്ളൂ. സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആരെങ്കിലും ചീത്ത പറയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓരോരുത്തരെ വിളിക്കുന്നത്. എന്താ സാറേ ഇത് 2-3 വർഷമായിട്ട് ഒരു ഗുണവും ഇല്ലല്ലോ, എവിടെയാ ഈ സന്തോഷം ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കലൊന്നും ഉണ്ടാവും. അത് എന്താ നമ്മുടെ ഇന്നസെന്റ് മരിച്ചുപോയ ഇന്നസെന്റ് ഒരു മൂവി പറഞ്ഞിട്ട്, സാറേ ഈ തരാനുള്ള നേരത്തെ തന്നിരുന്നെങ്കിൽ ഞാൻ മിണ്ടുകയറുന്നല്ലോ എന്ന് പറഞ്ഞ പോലെ നിങ്ങളെ തരുന്നവരെ ഞാനിങ്ങനെ നിങ്ങളെ കൊണ്ട് പറപ്പിച്ചോണ്ടിരിക്കുന്നു. ശ്രീജ 2 വാക്ക് പറയും മോളെ. ഏത് ശ്രീജ? പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് എവരിവൺ. ഗുഡ് ഈവനിങ്. എന്റെ പേര് ശ്രീജ. ഞാൻ മരടിന്നാണ്. ഞാൻ സാറിന്റെ ക്ലാസ്സിൽ ഇപ്പൊ ഒരു 5-6 മാസമായിട്ട് സാറിന്റെ അവിടെ ഉണ്ടെന്ന് പറയാം, അത്രേ ഉള്ളൂ. ഇപ്പോഴൊക്കെയാണ് പരിചയപ്പെടാൻ പറ്റുള്ളൂ, കുറച്ച് നാളായിട്ട്. എന്തായാലും അത് വലിയൊരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. നമുക്ക് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും തിരിച്ചറിയാനും ഒക്കെ ഉള്ള ഒരു അവസരം തന്നെയായിരുന്നു NLP-യിലേക്ക് വന്നത്. അത് സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ സാർ ഈ പറഞ്ഞ പോലെ, ഇപ്പൊ പാട്രിക് ലേൺ സാർ പറഞ്ഞ പോലെ ക്ലാസ്സസ് എടുക്കാൻ സാറിന് ഒരു പാഷനാണെന്ന് എനിക്ക് തോന്നുന്നു. സാറിന് എത്ര ടൈം വേണ്ടി സ്പെൻഡ് ചെയ്യാനും സാറിനൊരു മടിയില്ല. അത് സാറിനത് ഇഷ്ടമാണ്. ഞാനും അത് അതിശയിക്കാറുണ്ട്. സാറ് പറഞ്ഞ പോലെ തന്നെ സാറിനത് ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ്, പറഞ്ഞു കൊടുക്കാനും. എനിക്കറിയില്ല, അത് സാർ അങ്ങനത്തെ ഒരാളാണ്. എന്തായാലും അതൊക്കെ നമ്മൾക്ക് അനുഭവിക്കാനുള്ള അവസരം കിട്ടിയതിൽ ദൈവത്തിനോട് നന്ദി പറയുന്നു, സാറിനോടും നന്ദി പറയുന്നു. കൂടുതൽ നമുക്കൊരു മണിക്കൂറിൽ ഇനിയും ഞാനും പുതിയ കാര്യങ്ങൾ കേൾക്കാൻ പോകുന്ന ആണ്. താങ്ക് യു ശ്രീജ. ഇനി ഒരു ഷാജി എന്ന് പറഞ്ഞ ഒരു സാർ അവിടെ ഇരിപ്പുണ്ട്. പുള്ളിക്ക് വല്ലതും പറയാനുണ്ടോ നോക്കട്ടെ. പുള്ളി ചെറിയൊരു ഡൗട്ട്സിങ് ആണ്, പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ പിന്നെ സാറിൻ്റെ കൂടെ വന്നിട്ട് 2-3 മാസമായുള്ളൂ. അപ്പോൾ കുറേയൊക്കെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു. അപ്പോൾ NLPയുടെ ഒരു മാസ്റ്റർ ആണെന്ന് എനിക്ക് മനസ്സിലായി. സാറിൻ്റെ ഒരു ശിഷ്യയുടെ കൂടെയാണ് ഞാൻ ആദ്യം വന്നത്. അപ്പം ശിഷ്യ തന്നെ സാറിൻ്റെ ക്ലാസ്സിൽ വീണ്ടും അറ്റൻഡ് ചെയ്യുന്നതായിട്ട് കണ്ടു. എന്തായാലും NLP എന്താണെന്ന് മനസ്സിലാക്കി വരുന്നു. ഇപ്പം എനിക്കത് സാറിൻ്റെ ക്ലാസ്സിനോട് അല്ലെങ്കിൽ സാറിൻ്റെ രീതികളോട് താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്തു. പക്ഷെ കുറച്ച് പേരൊക്കെ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു സാർ. ഇനി ആർക്കെങ്കിലും എന്നെ അറിയാവുന്നവർക്ക് 2 വാക്ക് പറയണമെന്നുണ്ടോ? സാറിന്റെ ഗുണങ്ങളൊക്കെ മാത്രമേ നിങ്ങൾ പറഞ്ഞുള്ളൂ, ദൂഷ്യങ്ങളൊന്നും പറഞ്ഞില്ല. ഇപ്പൊ ഞാൻ തെമ്മാടിയായിട്ട് തന്നെ ഇരിക്കും. ചില ആൾക്കാരൊക്കെ ആദ്യത്തെ ക്ലാസ് കഴിയുമ്പോൾ ചാടി പോകാറുണ്ട്. ദീപ തോമസ് ഇപ്പഴാ അവള് 2 വാക്ക് പറയട്ടെ. സാറിന്റെ ക്ലാസ്സിനെ പറ്റി പറഞ്ഞാല് ആദ്യം അറ്റൻഡ് ചെയ്തപ്പോ കുറച്ച് ചുരുങ്ങിയ നാളുകളായിട്ടുള്ളൂ ഞാൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ആദ്യം ഞാൻ വിചാരിച്ച സാർ എന്താ ഇങ്ങനെ നമ്മൾ പറയുന്നതിനെ എല്ലാം വെട്ടി പറയുന്നത്, നമ്മൾ പറയുന്നതിന് എന്താ പറയുക, നമ്മളൊരു സപ്പോർട്ടായിട്ടല്ല, നമുക്ക് യാതൊരുവിധ സപ്പോർട്ടും അല്ല. നമ്മൾ എന്ത് പറഞ്ഞാലും എന്തെങ്കിലും ഒരു പഴയ കാര്യങ്ങളോ അതിനൊന്നും ശരിയാകാത്ത കാര്യം വന്നു കഴിഞ്ഞാൽ അപ്പൊ അവിടെ ചെയ്യുന്നത്. അപ്പൊ എന്താ സാർ ഇങ്ങനെ ഇത്രയും ഭയങ്കര റഫായിട്ട് പറയുന്നതെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊക്കെ നല്ലതിന് വേണ്ടിയാണ്, ഇത് നമ്മുടെ വേണ്ടാത്ത കാര്യങ്ങളാണ് സാർ വെട്ടുന്നത് എന്നുള്ളത് വീണ്ടും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. അത് കഴിഞ്ഞ പിന്നെ ഒരു ക്ലാസ് മിസ്സായിരിക്കാം, വേറെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്, എങ്കിലും ഞാൻ മിക്കവാറും ഇങ്ങോട്ട് ചാടാറുണ്ട്. കാരണം വെച്ചാൽ സാറിന്റെ ക്ലാസ്സുകളായിക്കോട്ടെ അല്ല സംസാരിക്കുമ്പോൾ ആയിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും, പോയിന്റ്സ്, നമുക്ക് തിരുത്താനുള്ള കാര്യങ്ങൾ. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ജീവിതത്തിൽ ഇതിന് ശേഷം, സാറിനെ പരിചയപ്പെട്ടതിന് ശേഷം. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും സാർ എനിക്കൊരു വാക്ക് പറയാനുണ്ട്. പറഞ്ഞോ ജോണി കൂടെ പറഞ്ഞെങ്കിലേ ശരിയാകുള്ളൂ.
ഞാൻ ഒരിക്കൽ സാറിന്റെ ഇതിപ്പോ മൂന്നാമത്തെ ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷെ ആദ്യത്തെ ക്ലാസ്സിൽ സാർ എടുത്തത് മൈൻഡ്ഫുൾ മെഡിറ്റേഷനാണ്. അപ്പൊ എനിക്ക് ആ സമയം ഇതൊരു പെയിൻ ഉണ്ടായിരുന്നു ബോഡിയിൽ. അത് സാറ് പറഞ്ഞു മൈൻഡ് അവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. മെഡിറ്റേഷന്റെ അതെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഉടനെ തന്നെ ആ പെയിൻ ഡിസപ്പിയർ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബാക്ക് പെയിൻ ആണ്. ബാക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വെറുതെ 5 മിനിറ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് സാറ് പറഞ്ഞ പോലെ അവിടെ മൈൻഡ് കൊണ്ടുവന്നപ്പോൾ അത് ഡിസപ്പിയർ ചെയ്തു. ഇപ്പൊ ബാക്ക് പെയിനേ ഇല്ല, ബോഡിയിൽ ഒരു പെയിനും ഇല്ല. വളരെ നന്ദിയുണ്ട് സാർ. ഓ താങ്ക് യു. അതും ഒരു റെവല്യൂഷനൈസ് ചെയ്യാണ് ചെയ്തേക്കുന്നത്. ഇതുവരെ ഒരിടത്ത് ഞാൻ വായിച്ചിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഓക്കെ, ഇനി ആരെങ്കിലും പുതിയ ആൾക്കാർക്കോ ആർക്കെങ്കിലും പറയാം. കാരണം ഞാൻ ഇപ്പം നിങ്ങൾക്ക് അവസരം തരുന്നത് വെച്ചാൽ ക്ലാസ് കഴിയുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ചാടിക്കും. അതുകൊണ്ട് നിങ്ങളെ ഒരു കാര്യം കൂടെ പറയട്ടെ. പറഞ്ഞോളൂ. സാർ ഇപ്പൊ പറഞ്ഞല്ലോ, സാറ് നമ്മൾ പറയുന്നതൊക്കെ വെട്ടി വെട്ടി പറയും. അത് ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാർ ഈ മുഖസ്തുതി അങ്ങനെ പറയാറില്ല. ഇപ്പൊ നമുക്ക് പ്രിയകരമായിട്ടും ഹിതകരമായിട്ടും പറയുന്നവരുണ്ടാവും അല്ലേ? നമുക്ക് പ്രിയകരമായിട്ട് പറയുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടും, ഹിതകരമായിട്ട് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ലെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും അത്. അതാണ് ഇവിടെ ആക്ച്വലി നടക്കുന്നത്. അതാണ് ശരിക്കും നമുക്ക് വേണ്ടത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഈ വെട്ടിന്റെ അങ്ങ് പറയട്ടെ. വെട്ടുന്നത് ആരെയാണെന്നറിയാവോ? വ്യക്തികളെ അല്ല, വ്യക്തികളുടെ ഉള്ളിലിരിക്കുന്ന മനസ്സിനെയാ വെട്ടുന്നത്. അവനെ വെട്ടി 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 തന്നെ ശരിയാക്കണം. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളെ വെട്ടുന്നതെന്ന്. വെട്ടുന്ന മനസ്സിനെയാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ നിങ്ങളുടെ ഒരു 2 മാസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ ഞാൻ പറയുന്ന ഒരു സെന്റൻസ് പറയാൻ പോവാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സാണ്. അപ്പൊ അവനെ നിങ്ങൾ തന്നെ വെട്ടണം. നിങ്ങൾ വെട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വെട്ടുന്നത്. അപ്പൊ ആ വെട്ട് നിങ്ങൾക്കായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ യു ഫെയിൽഡ് ദേർ. അപ്പൊ അത്രയേ ഉള്ളൂ. നമ്മൾ സംസാരിക്കുമ്പോണ്ടല്ലോ, വ്യക്തികൾ തമ്മിലല്ല സംസാരിക്കുന്നത്. വ്യക്തികളുടെ ഉള്ളിൽ വന്ന ഒരു ചിന്ത വാക്കായിട്ട് പുറത്തേക്ക് വരുന്നു. ആ വാക്കുമായിട്ടാണ് സംവാദം നടത്തുന്നത്. അപ്പൊ ആ വാസ്തവത്തിൽ നടക്കുന്ന ചിന്തകൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. വാക്കുകൾ എന്ന് പറഞ്ഞാൽ പാവം അവരെന്ത് ചെയ്തു? ഡിക്ഷണറിയിൽ ആരാണ്ടൊക്കെയോ കുറെ വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് 100,000 മീനിങ് ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. അവരൊന്നും പിഴിച്ചിട്ടില്ല. അതിന്റെ പിന്നിലുള്ള ചിന്തകളാണ് പ്രശ്നം. അപ്പൊ നമ്മൾ വെട്ടാൻ പോകുന്നത് ചിന്തകളെയാണ്. ഇപ്പൊ ഞാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പൊ ഞാനിനി തുടങ്ങാൻ പോവുകയാണ്. 1 സെക്കൻഡ്. ഇതാണ് NLP എന്ന് പറഞ്ഞ സാധനം. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. അതിന്റെ ഷോർട്ട് ഫോമാണ് NLP. എന്തുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ വെറും ഫ്രീ വെബിനാർ എന്ന് എഴുതിയില്ല, NLP എന്ന് വെച്ചു? കാരണം അടുത്ത തിങ്കളാഴ്ച NLPയുടെ ഒരു ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇത് കേട്ടിട്ട് ഉത്തേജനം തോന്നുകയാണെങ്കിൽ NLP തിരക്കേടില്ല, സന്തോഷമൊക്കെ കിട്ടും എന്നൊരു ധാരണ വരുന്നവർക്ക് വേണമെങ്കിൽ ചേരാം. അതിനു വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ NLP. അല്ലാണ്ട് ഇതിനകത്ത് തട്ടിപ്പോ കളിപ്പീരോ ഒന്നുമില്ല. അതിൻ്റെ ഒരു പരസ്യമായിട്ടാണ് ഇപ്പൊ ഇത് വെച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ മോഹിച്ച് കയറുകയാണെങ്കിൽ കയറുന്നവർക്ക് അതിന്റെ ഗുണം കിട്ടും. അത്രയേ ഉള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ. ദ സീക്രട്ട് ഓഫ് ഹാപ്പിനെസ്. ഹാപ്പിനെസ്സിന് സീക്രട്ട് ഒന്നുമില്ല. എന്തുകൊണ്ടാണ് സീക്രട്ട് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, ശരിക്കുള്ള ഹാപ്പിനെസ് എന്താണെന്ന് ആദ്യം കവിത പറഞ്ഞാലേ എന്താണെന്ന് ആർക്കും അറിയത്തില്ല. ബിരിയാണി കഴിച്ചാൽ സന്തോഷം കിട്ടും. ചിക്കൻ ബിരിയാണി കഴിച്ചാൽ പിന്നെ സന്തോഷം കിട്ടും. ഈ പൊറോട്ട ചിക്കൻ ആണെങ്കിൽ വീണ്ടും കുറച്ചുകൂടി കൂടിയ സന്തോഷം കിട്ടും. ഇതല്ലേ നമ്മുടെ സന്തോഷം. പക്ഷെ നിങ്ങളെയൊക്കെ എത്ര ബിരിയാണി തിന്നാൻ പറ്റും? എത്ര പൊറോട്ട തിന്നാൻ പറ്റും? ചിക്കൻ ബിരിയാണി നിങ്ങൾ തിന്നോണ്ടിരിക്കുമ്പോൾ ഒരു കല്ല് കടിച്ചു കഴിഞ്ഞാൽ കിട്ടിയ സന്തോഷം മുഴുവൻ അതിന്റെ വഴിക്ക് പോകും. എവിടെ പോയി നിങ്ങളുടെ സന്തോഷം? ഇപ്പോ വരികയും പോവുകയും ചെയ്യുന്ന സാധനം അല്ല സന്തോഷം എന്ന് പറയുന്നത്. നിലനിൽക്കുന്ന സാധനമാണ്.
നിലനിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിലനിർത്തിയാണ് നിങ്ങളെ എന്നെ ഭൂമിയിലോട്ട് സൃഷ്ടിച്ചിരിക്കുന്നത്. ആരെങ്കിലും നമ്മളെ സൃഷ്ടിച്ചല്ലോ, ഇല്ലെങ്കിൽ നമ്മളെ തന്നെ ഉണ്ടായല്ലോ. എന്തെങ്കിലും ആയിക്കോട്ടെ, അതിന് കാരണക്കാരായിട്ട് എന്തോ ഉണ്ട്, പ്രപഞ്ചമോ ദൈവമോ ആരോ ഒരാളുണ്ട്, ഒരു ശക്തിയുണ്ട്. ആ ശക്തി നിന്നെയും എന്നെയും അവനെയും അവിടെ സൃഷ്ടിച്ചപ്പോൾ അതിൻ്റെ ഒപ്പം ഹാപ്പിനെസ് നമ്മുടെ ഒപ്പം കുത്തിക്കയറ്റിയാ വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തിന് വേണ്ടി ഒരിടത്തും ഓടണ്ട, NLPയും പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഉണ്ട് സന്തോഷം എവിടെ? സൂര്യൻ ആകാശത്തിൽ ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കും? എന്നാൽ പല ആൾക്കാരും പറയും, അയ്യോ സൂര്യനെ കാണാനില്ല. സൂര്യനുണ്ട് അവിടെ. നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതിന് പുള്ളി എന്ത് ചെയ്തു? തമ്പുരാങ്കത്ത സൂര്യനെ സൃഷ്ടിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങളായിട്ട് കുറെ കാർമേഘങ്ങളെ അവിടെ ഉണ്ടാക്കി. അപ്പോഴത്തേക്കും സൂര്യനെ കാണാൻ പറ്റുന്നില്ല. അതിന്റെ അർത്ഥം സൂര്യൻ ഇല്ലെന്നല്ല. ഒരു കാറ്റ് വന്നു കഴിയുമ്പോൾ സൂര്യൻ വീണ്ടും ചാടി വരും. സൂര്യൻ എവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ സന്തോഷമുണ്ട്, നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് പറ്റുന്നില്ല? നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളെ ശത്രുക്കളുണ്ടല്ലോ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കുറെ ശത്രുക്കളുണ്ട്. ഈ ശത്രുക്കൾ ഇടയ്ക്കിടയ്ക്ക് മുഖം കാണിക്കും. ശത്രുക്കളെ മുഖം കാണിച്ചു കഴിഞ്ഞപ്പോൾ ആണ്ട് കിടക്കുന്ന സന്തോഷം അതിന്റെ വഴിക്ക് പോയി. ഈ വെളിച്ചവും, ഞാൻ പല ക്ലാസ്സിലും പറയുന്നത്, വെളിച്ചവും ഇരുട്ടും രണ്ട് സംഗതികളുണ്ട്. അപ്പോ ഇരുട്ടിന്റെ കംപ്ലൈന്റ് എന്ന് വെച്ചാൽ എന്നെ പുറത്തേക്ക് വരാൻ വെളിച്ചം സമ്മതിക്കുന്നില്ല. കാരണം ഭഗവാന്റെ അടുത്ത് ചെന്ന് ഇരുട്ട് കംപ്ലൈന്റ് ചെയ്തു, ഈ വെളിച്ചത്തിനിട്ട് പിടിച്ച് 2 അടി കൊടുക്കാവോ, അവൻ ഏത് നേരം എന്നെ ഓടിക്കാമെന്ന്. വെളിച്ചത്തിനെ വിളിച്ചു. വെളിച്ചം പറഞ്ഞു, ഇരുട്ടോ? ഏത് ഇരുട്ട്? ഞാൻ ഇരുട്ടത്തെ കണ്ടിട്ട് പോലും എന്ന് പറഞ്ഞ പോലെയാണ് ഈ സന്തോഷം എന്ന് പറയുന്നത്. സന്തോഷം അവിടെ ഉണ്ട്, നിങ്ങൾ കാണുന്നില്ല, അല്ലാണ്ട് സന്തോഷത്തിന്റെ കുഴപ്പമല്ലത്. ഓക്കെ, ഇനിയിപ്പം നമ്മൾ പറയാൻ പോകുന്ന സംഗതി, എന്തുകൊണ്ട് ഈ വെളിച്ചം എന്ന് പറഞ്ഞ സന്തോഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല? ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങളുടെ ശത്രു മുഖം കാണിക്കുന്നുണ്ട്. ശത്രുക്കളെ എങ്ങനെ നേരിടാം, അതിൻ്റെ സൂത്രമാണ് ഞാൻ പറയാം. അതാണ് സീക്രട്ട്. ഹൗ ടു ഡീൽ വിത്ത് യുവർ എനിമി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചിന്തകള്. അത്രയേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. തിങ്ക് ഇൻ സച്ച് എ വേ ദാറ്റ് യു ബിക്കം ഹാപ്പി. ഇത്ര ചെയ്താൽ മതി, ചിന്തിച്ചാൽ മതി ഹാപ്പി ആകുന്ന വിധത്തില്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ അതല്ലേ പ്രശ്നം, ഹാപ്പി ആകുന്ന വിധം ഞങ്ങൾക്ക് അറിയത്തില്ല എന്നാണെന്ന്. അല്ല, നിങ്ങൾ ഇത് മതി, ഇത്രയും കിട്ടിയാൽ മതി, നിങ്ങൾക്ക് തരാനുള്ളത് തന്നു, ഇനി പോക്കൂ. ചിന്തിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഈ ഭൂലോകം മുഴുവൻ എഴുതി തരാന്ന് പറഞ്ഞാലും ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചിന്തിക്കാൻ പറഞ്ഞാൽ അത് ചിന്തിക്കത്തില്ല. വേറെ എന്തിനും തയ്യാറാണ്. ആരെങ്കിലും നിങ്ങളോട് 100 രൂപ കടം മേടിച്ചു, എന്നിട്ട് അടുത്ത ദിവസം നിങ്ങൾക്ക് ആവശ്യമെന്ന് പറഞ്ഞു, ആ കാശ് തിരിച്ചു തരാൻ പറഞ്ഞു. ഞാൻ നിന്നോട് അങ്ങനെ കാശ് മേടിച്ചിട്ടൊന്നുമില്ല. ശത്രുവായി, വിശ്വാസവഞ്ചന കാണിച്ചു, അയാളുടെ ദേഷ്യം തോന്നി. അപ്പൊ നിങ്ങളുടെ സന്തോഷം പോയി. ഞാൻ പറയും, യു തിങ്ക് ഇൻ സച്ച് എ വേ ദാറ്റ് യു ബിക്കം ഹാപ്പി. പൈസ പോകാനുള്ളത് ഏതായാലും പോയി. ഇനി നിന്റെ ഉള്ളിലെ ദേഷ്യം മാറി സന്തോഷം വരുന്നുണ്ടെങ്കിൽ യു തിങ്ക് ഇൻ സച്ച് എ വേ ദാറ്റ് യു ബിക്കം ഹാപ്പി. സാർ ഇത് എങ്ങനെ ചിന്തിക്കണം എന്നുള്ളതോ സാറൊന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു തരും, അത് വിട്ടേരടാ, അവന് അങ്ങനത്തെ ആളാണ്, ടേക്ക് ഇറ്റ് ഈസി. അതാണ് ഒരു പുതിയ ചിന്ത. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കൂ. കാശ് ഏതായാലും പോയി, എന്തിനാ നിങ്ങളുടെ സന്തോഷം കളയുന്നത്? ഇത്ര വളരെ സിമ്പിളാണ്. അവൻ അങ്ങനത്തെ ആളാണ്, വിട്ടേരെ, തീർന്നു. സിമ്പിൾ ചിന്തയാണ്. അങ്ങനെ ചിന്തിക്കാൻ പറ്റിയല്ല. അപ്പൊ നിങ്ങളുടെ 100 രൂപയാണോ വലുത്, അതേ ഹാപ്പിനെസ് ആണോ വലുത്? ഇതാണ് ചോദ്യം. ഏതാ വലുത്? ലോകം മുഴുവൻ നിങ്ങൾ വെട്ടിപ്പിടിക്കും, ഹാപ്പിനെസ് കളഞ്ഞിട്ട് എന്ത് ഗുണം? അതുകൊണ്ടല്ലേ എവിടെയോ ഏതോ ഒരു ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, ലോകം മുഴുവൻ നീ നേടിയാലും നിന്റെ
ആത്മാവ് പോയാൽ എന്ന് പറഞ്ഞാൽ നിന്റെ സന്തോഷം പോയാൽ എന്ത് ഗുണം? ഈ ആത്മാവാണ് ഈ സന്തോഷം എന്ന് പറഞ്ഞ സാധനം. അത് പോയാൽ പിന്നെ എന്ത് ഗുണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോ എത്ര പറഞ്ഞാലും നിങ്ങൾ സച്ച് വേ നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ലോകം എത്രയോ പണ്ടേ സ്വർഗമായിട്ട് മാറേണ്ടതാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതാണ്, ഒരു കൊച്ചു ചിന്ത വരെ ഉണ്ടാക്കാൻ അവൻ തയ്യാറല്ല. അപ്പൊ അതിനുള്ള ശക്തി ഉണ്ടാക്കി തരാനുള്ള ഒരു സൂത്രമാണ് മരുന്നായിട്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അത് എന്തുകൊണ്ട് ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ, കിട്ടിയിട്ടുണ്ട്, അതിന് നിലനിൽക്കാനുള്ള കഴിവ് അവർക്ക് കിട്ടിയിട്ടില്ല. ആ കഴിവും കൂടെ ഞാൻ ഈ കൂടത്തിൽ പറയും. ആ കഴിവും കൂടെ നിങ്ങൾ സംഭരിക്കണം. പ്രോഗ്രാംസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇപ്പൊ നമ്മുടെയൊക്കെ മനസ്സിൽ കിടക്കുന്ന ഒരു പ്രോഗ്രാം എന്താന്ന് ചോദിച്ചാൽ, പുതിയ ചിന്തകളെ ഉണ്ടാക്കാനുള്ള കഴിവില്ലാത്തൊരു പ്രോഗ്രാമാണ് കിടക്കുന്നത്. നെഗറ്റീവ് പ്രോഗ്രാം. നെഗറ്റീവ് പ്രോഗ്രാം കിടക്കുന്നതുകൊണ്ട് ഒരു ചിന്തയുണ്ട്, ആ പ്രോഗ്രാം സമ്മതിക്കേല പുതിയ ചിന്ത ഉണ്ടാക്കാം. അതുകൊണ്ട് ആ പ്രോഗ്രാമിനെ എടുത്ത് കളഞ്ഞിട്ട് പുതിയൊരു പ്രോഗ്രാമിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളാരും ഇൻസ്റ്റാൾ ചെയ്യല്ല, ഇൻസ്റ്റാൾ ചെയ്യുന്ന മെക്കാനിസം ഞാൻ പറഞ്ഞു തരും. പിന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോലെ പിന്നീട് നിങ്ങൾ 1 മാസം പ്രാക്ടീസ് ചെയ്യേണ്ടി വരും, കുറഞ്ഞത്. സാധാരണ ഇത് 21 days എന്നാണ് പറയുന്നത്. കാരണം മുട്ട വിരിയാൻ വേണ്ടി 21 ദിവസമല്ലേ വേണ്ട. അപ്പോൾ അത് 21 days. പിള്ളേരുണ്ടാകാൻ വേണ്ടിയിട്ട് 9 മാസം മിച്ചാ വേണ്ട. അത്ര എടുത്താലും കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല, സന്തോഷം കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് ഈ പ്രോഗ്രാംസ് എന്താണെന്ന് നോക്കാം. നമ്പർ 1 പ്രോഗ്രാം. The inner world is different for each person. അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്താണ് ഇന്നർ വേൾഡ്? നമ്മുടെ പുറത്തൊരു ലോകമുണ്ട്, അത് നിങ്ങൾക്കറിയാം അല്ലേ? പുറത്തെ ലോകം, ഈ കാണുന്ന എല്ലാ ലോകമാണ്. അതിനകത്ത് ഞാനുണ്ട്, ഇപ്പൊ ഈ വന്നിരിക്കുന്ന ആൾക്കാർ മുഴുവനുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥയുണ്ട്, ജന്തുക്കളുണ്ട്, സസ്യങ്ങളുണ്ട്, പിന്നെ എല്ലാം, കാറ്റുണ്ട്, മഴയുണ്ട്, തണുപ്പുണ്ട്, ചൂടുണ്ട്. ഇതെല്ലാം കൂടെ കാണുന്നതാണ് ഔട്ടർ വേൾഡ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണ് അല്ലേ? ഈ സാധനത്തിന് നിങ്ങൾ ഉള്ളിലേക്ക് കയറ്റുന്നുണ്ട്, നിങ്ങൾ അറിയാതെ കൊണ്ട് ഇത് കയറുന്നുണ്ട്. ആ കയറി ഉള്ളിൽ കിടക്കുന്ന സാധനത്തിന്റെ പേരാണ് ഇന്നർ വേൾഡ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഞാൻ എപ്പോഴും ഉദാഹരണം പറയുന്ന ഇതാണ്. ഒരു പാമ്പെന്ന് പറഞ്ഞാൽ പേടിയുള്ളവരുണ്ടെങ്കിൽ ചെവി പൊത്തിക്കണം. പിന്നെ ഈ ക്ലാസ് കഴിയുമ്പോൾ പറഞ്ഞാൽ മതി, പേടി ഞാൻ എടുത്ത് കളയാം, ഗ്യാരണ്ടി. അതിനധികം നേരമൊന്നും വേണ്ട, എന്ത് പേടിയുണ്ടെന്നും പറഞ്ഞാൽ മതി, മാറ്റി തരാം. ഓക്കെ. അപ്പോൾ ഒരു പാമ്പ് പുറത്ത് കിടപ്പുണ്ടെന്ന്, അത് ഔട്ടർ വേൾഡിന്റെ ഒരു ഭാഗമാണ്. ആ പാമ്പ് വെറുതെ പമ്പി തണലത്ത് കിടക്കാം. ഏതോ വഴിക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്കും ഭയങ്കര ചൂട്. അപ്പൊ ഒരു തണൽ കൊണ്ട് കുറച്ചു നേരം കിടന്നു. പറഞ്ഞാൽ ഈ സാധനം നമ്മുടെ ഉള്ളിലോട്ട് കയറൂലോ, ഇല്ലേ? കുറച്ചു നേരം കഴിയുമ്പം പാമ്പിന്റെ വഴിക്ക് പോയി നിങ്ങളുടെ ഉള്ളിൽ ഈ പാമ്പ് കയറി കിടക്കും. അവിടെ അവൻ മര്യാദക്കാരനായിട്ട് അവന്റെ തലയൊക്കെ പത്തിയൊക്കെ താത്തിയ കിടന്ന്, അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ പത്തിയൊക്കെ ഉയർത്തി ചീറ്റാൻ തുടങ്ങി. പിന്നെ നിങ്ങൾക്ക് ഉറക്കം വരത്തില്ല. സ്വപ്നത്തിൽ ഇവൻ ചാടും, അയ്യോ വാവയെന്ന് പറഞ്ഞ ഒച്ചപ്പാടും ബഹളും, ദേ പാമ്പെന്നും പറഞ്ഞിട്ട്. ഇതാണ് ഇന്നർ വേൾഡ് എന്ന് പറഞ്ഞ സാധനം. അപ്പൊ ഇന്നർ വേൾഡ് നിന്റെ ഇന്നർ വേൾഡ് അല്ല, വേറൊരാളുടെ ഇന്നർ വേൾഡ്. ഓരോ വ്യക്തികളുടെയും ഇന്നർ വേൾഡ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ വേറൊരാളുടെ ഉള്ളിൽ കയറി കിടക്കുന്നവന് പത്തിയൊക്കെ താത്തി വെറുതെ കിടക്കായിരിക്കും. വേറെ പാമ്പ് കയറി അവൻ ചിലപ്പോ ഇങ്ങനെ ആടി നല്ല ഡാൻസ് ചെയ്യുമായിരിക്കും. അപ്പൊ കാണാൻ നല്ല രസമായിരിക്കും. വേറെ എണ്ണത്തേക്ക് ഈ പത്തിയൊക്കെ പിരിച്ച് ഇങ്ങനെ നല്ല ഫോമിരിക്കുക, കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കും, കാണുമ്പോൾ നല്ല രസം. സംഗതി എല്ലാം ഒരു പാമ്പാണ്. അകത്ത് കയറി കഴിഞ്ഞപ്പോൾ വിവിധ തരത്തിൽ അവനെ നിങ്ങൾ മാറ്റിയെടുത്തു. അതാണ് നിങ്ങൾ ഓരോരുത്തരുടെയും ലോകം എന്ന് പറയുന്നത്. അതിൻ്റെയാണ് ലോകം. അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ ലോകം പോലെയല്ല അവന്റെ ലോകം, അവൻ്റേത് പോലെയല്ല അവളുടേത്, അവളുടേത് പോലെയല്ല വേറൊരാളുടെ. അപ്പോ കോടാനുകോടി ജനങ്ങളുണ്ടെങ്കിൽ കോടാനുകോടി ലോകവും ഡിഫറെന്റ് ആണെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പൊ ഇതിൻ്റെ അകത്തുനിന്ന്
അപ്പൊ ഈ ഒരു തത്വം, പ്രോഗ്രാമിന് തത്വം നിങ്ങൾ പേരിട്ടു. ഈ തത്വം നിങ്ങളുടെ ഉള്ളിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. കാരണം ആരെങ്കിലും ഒരു വഴക്കുണ്ടാക്കുകയാണെങ്കിൽ, ഒരു ഒച്ചപ്പാടും വീടും ഉണ്ടാക്കുകയാണെങ്കിൽ, നിങ്ങൾ ഉടനെ സ്വയം പറയും, അത് വിട്ടേരെ, അവന്റെ ലോകം വേറെയാണ്, ഞാൻ കണ്ട പോലെയല്ല അവൻ കാണുന്നത്, ഞാൻ കേട്ട പോലെയല്ല അവൻ കേൾക്കുന്നത്. ഇപ്പൊ എവിടെന്നെങ്കിലും ഒരു വെടിപൊട്ടുകയാണെങ്കിൽ, ഒരു ശബ്ദം കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും, അയ്യോ വെടി എന്ന് പറയും. ഈ നേരത്ത് ആരാ വെടിവെക്കാൻ വന്നേന്ന് ചോദിക്കും, ഇല്ലേ? വേറൊരാള് പറയും, ആ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടുന്ന രസമാണ്, അവനതൊരു രസകരമായിട്ട് അവനെടുക്കും. ഇതാണ് ലോകം എന്ന് പറയുന്നത്. ഓരോരോ അനുഭവങ്ങളാണ് ലോകത്തിന്റെ ഭാഗം എന്ന് പറയുന്നത്. ലൈഫ് ഈസ് എ ചെയിൻ ഓഫ് എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത്. അനുഭവങ്ങളുടെ ഒരു പരമ്പരയാണ്. പക്ഷെ ഓരോ അനുഭവവും, അതാണ് ലോകം എന്ന് പറയുന്നത്. ലോകം ഫിൽഡ് വിത്ത് എക്സ്പീരിയൻസ് ആണ്. ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട്. പക്ഷെ ഓരോ അനുഭവങ്ങളോടും നിങ്ങൾ ഈ അനുഭവങ്ങളെ ഉള്ളിലോട്ട് കയറ്റുന്നതിന് റെസ്പോണ്ട് ചെയ്യുക അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുക എന്ന് പറയും. ആ അനുഭവം അതുപോലെ കയറി കിടന്ന ഒരു പ്രശ്നവുമില്ല. പക്ഷെ നിങ്ങൾ അതിനെ റെസ്പോണ്ട് ചെയ്ത് അല്ലെങ്കിൽ റിയാക്ട് ചെയ്തതിന് നിങ്ങളുടേതായ കാഴ്ചപ്പാടിൽ അതിന് വേറൊരു ഭാവവും രൂപവും കൊടുത്തിട്ടാണ് കയറ്റിയിട്ടിരിക്കുന്നത്. ഇതാണ് പല ആൾക്കാരുടെ ലോകം പലതാകാനുള്ള കാരണം. ഒരിക്കലും വേറൊരാളുടെ, നിങ്ങളുടെ ഭാര്യ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ഇരട്ടക്കുട്ടികളായിക്കോട്ടെ, ഒരിക്കലും ഒരാളുടെ ലോകം പോലെ മറ്റേ ആളുടെ ലോകം വരില്ല. വരുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഫോൺ ചെയ്ത് പറയണേ, സാറേ ഇന്നിടത്ത് ഒരാളുണ്ട്, അയാളുടെ ലോകവും എൻ്റെ ലോകവും സെയിം ആണെന്ന് പറ. അങ്ങനെ പറയുകയാണെങ്കിൽ ഈ രാഷ്ട്രീയക്കാരൊക്കെ പറയുന്ന പോലെ അന്ന് മുതൽ ഞാൻ ഈ പരിപാടി നോക്കും. കാരണം ഇന്ന് വരെ അതുപോലെ ഒരാളിനെ എനിക്ക് കിട്ടിയിട്ടില്ല, കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. ഏതാ? ഇന്നർ വേൾഡ് ഈസ് ഡിഫറെന്റ്. ഇതാണ് ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ മനസ്സിൽ ഈ പ്രോഗ്രാം കേട്ടിങ്ങുണ്ട്. എന്താണ് പ്രോഗ്രാം? ലോകത്തിലുള്ള ആൾക്കാരുടെ എല്ലാം മനസ്സ് ഡിഫറെന്റ് ആണ്. മനസ്സെന്ന് പറഞ്ഞാൽ അവിടെ അകത്തെ ലോകം, അതാണല്ലോ മനസ്സെന്ന് പറയാം. മനസ്സിലാണല്ലോ ഇതെല്ലാം കയറി കിടക്കുന്നത്. അപ്പൊ ഈ ഒരു തത്വത്തിനാണ് ഞാൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ പ്രോഗ്രാം, അപ്പൊ എന്തുകൊണ്ട് NLP ഇത്രയും 3 വർഷമൊക്കെ പഠിച്ചിട്ടും ആൾക്കാർ ഇപ്പോഴും വരുന്നു? അവർക്ക് ആ ഫുൾ ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ ഹാപ്പിനെസ്സിലേക്ക് വരുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സാധനം അവിടെ ഉറച്ചിട്ടില്ല. ഇത് ഇങ്ങനെ ഷെയ്ക്കായിട്ട് കിടക്കാം. ഇടയ്ക്കിടയ്ക്കൊക്കെ സാറിന്റെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറയും, ആ ശരിയാ സാറേ, വേൾഡ് ഈസ് ഡിഫറെന്റ്, ഐ ഡു എഗ്രി വിത്ത് ദാറ്റ് എന്ന് പറയും. എന്നിട്ട് സ്വന്തം കാര്യം വരുമ്പോൾ ഈ പറഞ്ഞ വ്യക്തി, ഇപ്പൊ എൻ്റെ കൂടെ 3 വർഷം ഇരുന്ന ആളിനോട് ഒരാളൊരു 100 രൂപ കടം മേടിച്ചിട്ട് ഈ കാശ് ചോദിച്ചു കഴിയുമ്പോൾ, ഞാനുണ്ടോ തന്നോട് കാശ് ചോദിച്ചതെന്ന് പറഞ്ഞാൽ അന്നേരം കയറി ഒന്ന് പൂശും, ആരോഗ്യം കൂടുതലുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ആരോഗ്യം കുറവാണ്, ഇങ്ങോട്ട് മാറി നിന്ന് 2 ചീത്തയും പറയും. ഇവിടെ പോയി അയാളുടെ സന്തോഷം. NLP 3 വർഷം അറ്റൻഡ് ചെയ്തതല്ലേ? ഇതാണ് അതിന്റെ കാര്യം. അപ്പൊ നിങ്ങൾ ചോദിക്കാം, സാറും ഇങ്ങനെയൊക്കെയാ? ഇങ്ങനെ അല്ലാത്ത ഒരാളിനെ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വിശ്വാസികളാണെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ട് സ്വർഗത്തിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ കാണുന്ന ആൾക്കാരൊക്കെ അങ്ങനെയുള്ളവരായി. അത്രേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഈ ലോകത്ത് വലിയ പാഠം ഒരാളെ കണ്ടു കെട്ടാൻ. പക്ഷെ നമ്മുടെ എല്ലാവരുടെ ശ്രമം ഇതായിത്തീരുക എന്നുള്ളതാണ്, സന്തോഷത്തിലായിത്തീരുക. ഓക്കെ, അപ്പൊ ഒരു പ്രോഗ്രാം നിങ്ങൾ കണ്ടു. ഈ പ്രോഗ്രാം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിപ്പോ ഈ പറഞ്ഞ പ്രോഗ്രാം നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിലാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? അപ്പൊ കോൺഷ്യസ് മൈൻഡിലാണ് ഈ പ്രോഗ്രാം കയറിയിരിക്കുന്നത്. ഈ ദ ഇന്നർ വേൾഡ് ഈസ് ഡിഫറെന്റ് ഫോർ ഈച്ച് പേഴ്സൺ എന്നുള്ള പ്രോഗ്രാം സ്ഥിരം ഇങ്ങനെ 24 മണിക്കൂറും കോൺഷ്യസ് മൈൻഡിലിട്ട് ഇങ്ങനെ കറക്കണം. കറക്കി അവസാനം ഇത്
സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. അവിടെ ചെന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. പിന്നെ ആരൊക്കെ എന്തൊക്കെ 10,000 രൂപയിൽ 1 കോടി രൂപ കടം മേടിച്ചിട്ട് നേരെ എതിര് പറഞ്ഞു കഴിഞ്ഞാലും പറയുന്നത് ഓക്കെ, നോ പ്രോബ്ലം, നീ ഇപ്പൊ തരുന്നില്ല, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനോ, ടേക്ക് ഇറ്റ് ഈസി എന്ന് പറയും. തീർന്നു. ഇറ്റ് വിൽ നെവർ അഫക്ട് ഹീസ് ഹാപ്പിനെസ്. ആ ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കറക്റ്റാണ്. ഒരുപക്ഷെ എൻ്റെയൊക്കെ ശ്രമം അതാണ്. പക്ഷെ ഈ 1 കോടിയൊക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വന്നു. 1 കോടി വേണ്ട ഒരു കൊച്ചു കാര്യത്തിന് കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അതിന് പിറ്റേ ദിവസം ഞാനിവിടെ ക്ലാസ് എടുത്ത് പറയുകയും ചെയ്യും. അവസാനം ആ ദേഷ്യം പോയത്, ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന എനിക്ക് ദേഷ്യമൊന്നും ഇല്ലെന്നുള്ളതാണ്. പക്ഷെ ഇതിങ്ങനെ തികട്ടി വരിക, ഒരു കാര്യമില്ല. അവസാനം ഞാൻ വടിയെടുത്തിട്ട് അടി കൊടുത്ത് എൻ്റെ മനസ്സിനിട്ട് ചവിട്ട് കൊടുത്തു. ചവിട്ടി അവസാനം പറഞ്ഞു, ഇനി മേലാ ഞാൻ അങ്ങനെ ചിന്തിക്കാറെന്ന് പറഞ്ഞു. തീർന്നു. അതോടുകൂടി ആ പ്രശ്നം തീർന്നു. അങ്ങനെയൊക്കെ ചെയ്യണം. അത് മൈൻഡ് മാസ്റ്ററുടെ ഒരു ഭാഗമാണ് കേട്ടോ, മനസ്സിനിട്ട് അടി കൊടുക്കുക എന്ന് പറയുന്നത്. ആ ഒരു കാര്യമാണ് ജോണി മുമ്പേ പറഞ്ഞ മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ വേദന മാറി എന്ന് പറഞ്ഞത്. അപ്പൊ ഇനി അടുത്ത പ്രോഗ്രാം എന്നാന്ന് നോക്കാം. ഇങ്ങനെ ഒരു 4-5 പ്രോഗ്രാം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ടെങ്കിൽ. ഹാസ് പോസിറ്റീവ് ഇന്റൻഷൻ ബിഹൈൻഡ് എവരി ബിഹേവിയർ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം എന്നുള്ളതാ. ഇപ്പൊ നിസ്സാര കാര്യം. അപ്പൊ നിങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് ഇങ്ങോട്ട് നോക്കിക്കേ. നിങ്ങളെ കുട്ടിയായിരുന്ന കാലഘട്ടത്തിൽ, ഇപ്പൊ 5 വയസ്സ് 6 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സ് കൊണ്ടായിരുന്ന കാലഘട്ടത്തില് നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഇഷ്ടംപോലെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ തല്ലിയിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ സന്തോഷം പോയില്ലേ? അതേ പോട്ടെ, ഇപ്പൊ നിങ്ങളോട് ആരെങ്കിലും നാൽക്കവല വെച്ചിട്ട് 2 ചീത്ത പറഞ്ഞു നോക്കുക, നിങ്ങളുടെ സന്തോഷം പോയില്ലേ? സങ്കടം വന്നില്ലേ? ദേഷ്യം വന്നില്ലേ? വെറുപ്പ് വന്നില്ലേ? അപ്പോഴ് ഈ ഒരു പ്രോഗ്രാം മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ he has a positive intention behind his behavior. എന്താണ് അയാളുടെ ബിഹേവിയർ? ചീത്ത പറയാന്നുള്ളതാണ് അയാളുടെ ബിഹേവിയർ. അയാൾ ആ ചീത്ത പറയുന്നതിന് അയാളുടെ ഉള്ളിൽ അയാൾക്ക് ചില പോസിറ്റീവ് ഇന്റൻഷൻസ് ഉണ്ട്. ഇത് തന്നെയല്ലേ പേരൻസ് നമ്മളെ വഴക്ക് പറഞ്ഞപ്പം നമ്മൾ നന്നാകണം എന്നുള്ളൊരു സതുദ്ദേശം എൻ്റെ അച്ഛനും അമ്മയും. ജനറലായിട്ട് ഈ ഒരു തത്വം നമ്മുടെ മനസ്സിൽ ഈ ഒരു പ്രോഗ്രാം കേട്ടിട്ടുണ്ടെങ്കിൽ, അത് സബ് കോൺഷ്യസ് മൈൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ, ആരൊക്കെ എന്ത് ചെയ്താലും നിങ്ങൾക്ക് യാതൊരു സങ്കടവും ദേഷ്യവും വെറുപ്പും വരത്തില്ല. അയാൾ ഏതായാലും എന്തോ ചില സതുദ്ദേശത്തിലേക്ക് ചെയ്യുന്ന വിട്ടേരടാ, തീർന്നു. ഇതാരടാ പറയുന്നത്? ഈ അകത്ത് കിടന്ന് ഒച്ചപ്പാടെടുക്കുന്നത് നിന്റെ മനസ്സിനോട് പറയണം. അവനാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത്, അവനാണ് ശത്രു. അവനാണ് പറയുന്നത്, എടോ തോമസ് തന്നെ അവൻ ചീത്ത പറഞ്ഞല്ലോ, കൊടുക്കാൻ ആരോഗ്യമില്ലെങ്കിൽ മാറി ഇന്ന് മരത്തിന്റെ മറഞ്ഞു നിന്നിട്ട് 2 കല്ലെടുത്ത് 2 ഏറ് കൊടുക്കെന്ന് പറയും. ആരാ നിന്റെ ശത്രു? ആരാ നിന്റെ മനസ്സ്? അപ്പൊ അവനോട് പറയണം, ഹാപ്പി ആയിട്ടുള്ള ആളാണെങ്കിൽ പറയും, അവന്റെ അറിവില്ലായ്മ കൊണ്ട് ചീത്ത പറയുന്നതല്ലേ, അതിന്റെ പുറകെയൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ലല്ലോ. തീർന്നു. ആ മനസ്സ് അടങ്ങി. ഇതാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും അൺഹാപ്പിനെസ് വരത്തില്ല. പോസിറ്റീവ് ഇന്റൻഷൻ ഉണ്ട്. എന്താണെന്നും നമുക്കറിയത്തില്ല. നമ്മളിപ്പോൾ അവനോട് പോയി വടി എന്ന് ചീത്ത പറയുന്നതോട് നിന്റെ പോസിറ്റീവ് ഇന്റൻഷൻ എന്താന്ന് ചോദിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ 2 പൊട്ടിയിൽ വെച്ചിരുന്നു നിനക്കിട്ട്. അത് കേട്ടോണ്ടൊക്കെ പോവുക. അയാൾക്ക് എന്തോ ചില ഇന്റൻഷൻസ് ഒക്കെ ഉണ്ട്. അയാൾക്ക് ചിലപ്പോൾ അയാളുടെ ഭാര്യയോടോ അയാളുടെ വീട്ടിലുള്ള ആരോടും ഇങ്ങനെയൊക്കെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ചീത്ത പറഞ്ഞിട്ട് ചിലപ്പോൾ തല്ല് കിട്ടും. അതുകൊണ്ട് പുറത്ത് വന്ന് ചീത്ത പറയുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പോകേണ്ട ആവശ്യമില്ല. ദേർ ഈസ് എ പോസിറ്റീവ് ഇന്റൻഷൻ. അയാൾക്ക് എന്തോ ചില ഇന്റൻഷൻസ് ഒക്കെ ഉണ്ട്. അതിനുവേണ്ടി നമ്മളിവിടെ കിടന്ന് ഒച്ചപ്പാടെടുത്തിട്ട് വല്ല പ്രയോജനമുണ്ട്? വിട്ടാച്ചാൽ മതി. അയാൾക്കൊരു ഗുണം കിട്ടിക്കോട്ടെ. ഞാൻ കാരണം അയാൾക്ക് ഒരു സന്തോഷം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെന്നേ. നിങ്ങളൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടല്ലോ. മറ്റുള്ളവർക്ക് എങ്ങനെയെങ്കിലും സന്തോഷം ഉണ്ടാക്കി കൊടുക്കണം. ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്നേ. ചീത്ത പറയുമ്പോൾ നമ്മൾ വിട്ടുകൊടുത്തേച്ചാൽ മതി, അയാൾക്ക് ഭയങ്കര സന്തോഷം കിട്ടും. അങ്ങനെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് നേടാൻ പറ്റും. ഒരാളെങ്കിലും സന്തോഷിപ്പിക്കാൻ പറ്റുമല്ലോ. ഇനി നിങ്ങളെ കെട്ടിവന്ന പെണ്ണാണെങ്കിൽ, ചെറുപ്പക്കാരിയാണ്, അമ്മായിമ്മയുടെ വീട്ടിലാണ് താമസിക്കുന്നത്, കെട്ടുവിൻ്റെ വീട്ടിലാണെങ്കിൽ
അമ്മായിമ്മ എന്തെങ്കിലും നിങ്ങളോട് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിട്ടുകൊടുത്തേരെ. അമ്മായിമ്മയ്ക്ക് ഒരു സന്തോഷം വന്നോട്ടെ. അല്ലെങ്കിൽ കെട്ടിയവനോ, അല്ലെങ്കിൽ ഭാര്യയ്ക്കോ, അല്ലെങ്കിൽ മക്കൾക്ക്. മക്കൾ എന്നെ ബഹുമാനിക്കുന്നില്ല, മക്കൾ എന്നോട് എതിർത്ത് സംസാരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറയും, നീ വിട്ടുകൊടുത്തേരെ. ഇവർക്കൊരു സന്തോഷം. ഇല്ലില്ല, അവരാ വീണ്ടും ചീത്തയാകേലേ. അത് ശരി. വൈ ആർ യു കൺസേൺഡ് അബൌട്ട് ദാറ്റ്? അവര് ചീത്തയാകുമോ നല്ലതാകുമോ എന്തെങ്കിലും ആയിക്കോട്ടെ. വാട്ട് ഈസ് യുവർ പ്രോബ്ലം? നീ നന്നായിട്ടിരുന്നാ പോരെ. എന്റെ മക്കള് ചീത്തയാകും, നിന്റെ മക്കള് ചീത്തയാകും എന്നുള്ളത് നിന്നേക്കാൾ കൂടുതൽ അവൻ അറിഞ്ഞുകൂടെ? 22 അല്ല 25 വയസ്സുള്ള മകനെ നീ പാഠം പഠിപ്പിക്കണോ? നീ ചാത്തിയാ. അപ്പൊ അവൻ പറയും അപ്പൻ ചീത്തയാകാണ്. അപ്പം മര്യാദയ്ക്ക് 10-60 വയസ്സായാലും ഒരു മൂല പോയി ഇരിക്കാൻ പറയും. അപ്പൊ ഹൂ ഈസ് റൈറ്റ്? അപ്പനാണോ ശരി, മകനാണോ ശരി? തീർന്നില്ലേ? ഇതാണ് പ്രശ്നം. ശരികൾ തമ്മിൽ യുദ്ധമാണ്. എന്തുകൊണ്ട് ശരികളും യുദ്ധം ചെയ്യുന്നു? ഓരോരുത്തരുടെ ലോകം ഡിഫറെന്റ് ആണ്. എന്റെ ലോകം ശരികളും മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. നിന്റെ ലോകത്തിൽ നിന്റെ ശരികളും മാത്രമേ ഉള്ളൂ. അപ്പൊ യുദ്ധം ആര് തമ്മിലാണ്? ശരികൾ തമ്മിലാണ്. അപ്പൊ എവിടെയാ ശരി കിടക്കുന്നത്? ആർക്കറിയാം ശരി? അതുകൊണ്ടല്ലേ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് ഡോണ്ട് ജഡ്ജ് അതേഴ്സ്. വേറൊരു വ്യക്തിനെ ജഡ്ജ് ചെയ്തെന്ന് പറഞ്ഞാൽ വേറൊരാളുടെ ലോകത്തിനെ ജഡ്ജ് ചെയ്യാൻ പാടില്ലെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നിന്റെ ലോകത്തിനെ ഞാൻ ജഡ്ജ് ചെയ്യാൻ ഞാൻ ആര്? എനിക്ക് എങ്ങനെ അറിയാം അതാ ശരിയല്ല ഇതാ ശരിയെന്ന്? ആർക്കും എങ്ങനെ അറിയാം? പക്ഷെ എല്ലാവരും കണ്ണും അടച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പ്. അപ്പൊ അവൻ പറയും അവൻ പിടിച്ചതിന് 2 കൊമ്പ്, 4 കൊമ്പെന്ന് പറയും. അപ്പൊ ആര് പറയുന്ന ശരി? ഒരുത്തൻ പറയും 1 കൊമ്പും ഇല്ലെന്ന് പറയും. അപ്പൊ അതാണ് ശരി? 5 മണി അല്ല ഒരു 6 മണിയാകുമ്പോ നിങ്ങൾ മുകളിലോട്ട് നോക്കിക്കേ. മുകളെന്ന് പറഞ്ഞാൽ പടിഞ്ഞാറോട്ട് നോക്കി കഴിയുമ്പോൾ അവിടെ ഒരു സൂത്രം കാണും. അത് ഒരാൾ പറയുന്നത് സൂര്യനാണ്, വേറൊരാൾ പറയുന്നത് ചന്ദ്രനാണ്. ആര് പറയുന്നത് ശരി? തല്ല് കിട്ടാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെടണം അവിടെ, ഇല്ലേ? സൂര്യനാന്ന് പറഞ്ഞാൽ ചന്ദ്രനാന്ന് പറഞ്ഞാൽ അടി കൊടുക്കും, ചന്ദ്രനാന്ന് പറഞ്ഞാൽ സൂര്യനാന്ന് പറഞ്ഞാൽ അടി കൊടുക്കും. അപ്പൊ ബെസ്റ്റ് പോളിസി നമ്മൾ ഈ നാട്ടുകാരനല്ല. എന്റെ നാട്ടിലെ ഇത് കാണുകയാണ് എനിക്ക് പറയാൻ പറ്റും. പക്ഷെ ഈ നാട്ടിൽ മോളിൽ കാണുന്നതിനെ പറ്റി എനിക്കൊരു യാതൊരു അഭിപ്രായമില്ല. അങ്ങനെ ബുദ്ധിപൂർവ്വം രക്ഷപ്പെടേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇതാണ് വേറൊരു പ്രോഗ്രാം കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോണം കേട്ടോ. പല ക്ലാസ്സിലും സംശയം ചോദിക്കാൻ സമ്മതിക്കാല്ല, പക്ഷെ ഇതിന് എത്ര വേണേലും ചോദിക്കാം സംശയം. ഫെയിലിയർ ഈസ് എ ഫീഡ്ബാക്ക്. ജീവിതത്തിൽ നിങ്ങൾ ഇങ്ങനെ വിജയിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ഉണ്ടായപ്പം മുതൽ വിജയമാണ് അല്ലേ? പരീക്ഷയ്ക്ക് വിജയിക്കുന്നു, കളിയിൽ വിജയിക്കുന്നു, വാക്ക് സാമർത്ഥ്യത്തിൽ വിജയിക്കുന്നു, എല്ലായിടത്തും വിജയമാണ്. ഭർത്താവിൻ്റെ അടുത്ത് വിജയിക്കുന്നു, ഭാര്യയുടെ അടുത്ത് വിജയിക്കുന്നു, അമ്മായിമ്മയുടെ അടുത്ത് ഇരിക്കുന്നു, മരുമകളുടെ അടുത്ത് വിജയിക്കുന്നു. ഇങ്ങനെ വിജയിച്ചുകൊണ്ടിരിക്കുക, ഒരു കുഴപ്പമില്ല. പന്ത് കളിക്കുമ്പോൾ ഒരാൾ തോക്കുമല്ലോ. അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള ആർഗ്യുമെന്റിൽ ഏതായാലും ഒരാൾ തോക്കുമല്ലോ. അപ്പൊ വിജയിച്ചു എന്ന് പറയുന്നതിന്റെ അത് വലിയ അർത്ഥമൊന്നുമില്ല. പലപ്പോഴും നമ്മൾ തോറ്റിട്ടുണ്ട്. അപ്പൊ തോറ്റു കഴിയുമ്പോൾ സങ്കടം തോന്നിയിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. സന്തോഷം പോയില്ലേ? സൂര്യന്റെ മുകളിൽ കൂടെ കാർമേഘങ്ങൾ വന്നില്ലേ? അപ്പൊ ഈ ഒരു പ്രോഗ്രാം അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്തേ. ഓരോ ഫെയിലിയറും ഒരു അറിവാണ്, ഒരു ലേണിംഗ് ലെസൺ ആണ്. അപ്പൊ നല്ല കാര്യമല്ല തോക്കുന്നത്. തോക്കും തോറും നമ്മൾ പുതിയ പുതിയ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു പ്രോഗ്രാം അങ്ങ് വെച്ച് കഴിഞ്ഞാൽ തോക്കുമ്പം നമുക്ക് സന്തോഷം ഒരിടത്തോട്ടും പോകുകയല്ല. ഇതാണ് ഐസക് ന്യൂട്ടൻ അല്ലേ ബൾബ് കണ്ടുപിടിച്ചാൽ ആ പുള്ളിക്കാരൻ. ആരെങ്കിലും ആട്ടെ, നമ്മൾ സാധാരണ പേര് പറയാറില്ല. പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം എത്ര മിടുക്കനാന്ന് പറഞ്ഞാലും ചിലപ്പോൾ തെറ്റിപ്പോയെന്ന് പറയും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് നമുക്ക്. അതിന് നമ്മൾ പറയും, മലയാളത്തിലോ ഇംഗ്ലീഷിലൊക്കെ ഒരു വാക്കുണ്ടല്ലോ, എന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ ഉദ്ദേശിച്ച അതല്ല. ഇന്നത്തെ TV കണ്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ,
ഇതിലും വലിയ സംഗതികളൊക്കെ. അയ്യോ, ഞാനിതങ്ങനെ ചെയ്തിട്ടേ ഇല്ല, ഞാൻ എഴുതിയിട്ടേ ഇല്ല, അവര് കൂട്ടിച്ചേർത്തതാണ്. ഇങ്ങനെയൊക്കെ അങ്ങ് പറയുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാല് ഫെയിലറ് 99 ബൾബ് എക്സ്പെരിമെന്റ് ചെയ്തിട്ടും തോറ്റുപോയി. 100ാമത്തെ ചെയ്തപ്പോ വിജയിച്ചു. അപ്പൊ ചോദിച്ചു, എടോ താൻ ഈ 99 ചെയ്തിട്ടും തെറ്റിപ്പോയത്, താൻ വലിയൊരു മണ്ടനല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഈ 99 ചെയ്താലും തെറ്റിപ്പോകുന്നുള്ള വിവരം എനിക്ക് മനസ്സിലായി, അത്രയും നോളജ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. ഈ 100ാമത്തെ ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലായി, അങ്ങനെ ഞാൻ മിടുക്കനായി എന്ന് പറഞ്ഞു. ഇന്നലത്തെ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ഷാജി ഇന്നലെ പറഞ്ഞില്ല, അതിനകത്ത് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു. ലോകത്തിലെ വലിയ ധനാഢ്യൻ അയാളൊരു വിമാനം മേടിച്ചു. വിമാനം മേടിച്ചിട്ട് അയാളുടെ സ്ഥിരം ഓടിക്കുന്ന പൈലറ്റ് ഓടിച്ചുകൊണ്ടിരുന്നിട്ട് അയാൾ എവിടെയോ കൊണ്ട്, ഇയാളില്ലാത്തപ്പോൾ എവിടെയോ ഓടിച്ചുകൊണ്ട് കുത്തിക്കയറ്റി സംഗതി ആകെ പൊട്ടി പാളീഷായി, വിമാനം പോയി. 100 കോടിയോ അല്ലെങ്കിൽ 1000 കോടിയോ പോയി കഴിഞ്ഞപ്പം അയാൾ ഇത്ര കാശുകാരനായതിന്റെ പേരിൽ അടുത്ത മൊമെന്റ് വേറെ പുതിയ വിമാനം വന്നു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനെ തന്നെ പിടിച്ച് പൈലറ്റ് ആക്കി വെച്ചു. അപ്പൊ നാട്ടുകാരെ മുഴുവൻ ചോദിച്ചോളൂ, താൻ എന്തൊരു മണ്ടനാണ്, ഇത്രയും വലിയ മണ്ടത്തരം കാണിച്ചവനെ വീണ്ടും പിടിച്ച് പൈലറ്റ് ആക്കുമെന്ന് വെച്ചു. അയാൾ പറഞ്ഞു, ഞാൻ അയാളെ ഇങ്ങനെ കൊണ്ടുപോയി വിമാനം കുത്തിക്കയറ്റി അത് നശിച്ചു പോകുന്നുള്ള പാഠം ഇവൻ പഠിക്കാൻ വേണ്ടി ഞാൻ 1000 കോടി രൂപ മുടക്കി എന്ന് പറഞ്ഞു. ഇനി അത് വേസ്റ്റ് ആക്കാൻ പറ്റിയല്ലോ, അത് അവന് തന്നെ ഇരിക്കട്ടെ, ആ ഗുണം അവന് കിട്ടിയിട്ടുണ്ടല്ലോ, ഇനി ഇതുപോലെ അവനൊരു മിസ്റ്റേക്ക് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു. ആ മനുഷ്യന്റെ ഹാപ്പിനെസ് പോയില്ല. ഇങ്ങനെയാണ് ഹാപ്പിനെസ് നിലനിർത്തുന്നത്. നിങ്ങളാണെങ്കിൽ ഇത് ചെയ്യുമോ? ഒരു കുഞ്ഞു കുഞ്ഞ ഭാര്യയുടെ അടുത്ത് അല്ലെ ഭർത്താവിന്റെ അടുത്ത് ഒരു വാക്കിൻ്റെ അകത്ത് തെറ്റിക്കഴിഞ്ഞാൽ ഉടനെ തോറ്റുപോയി എന്ന് പറഞ്ഞ് നാണക്കേട് വന്നു കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോവുക, വിവാഹമോചനം ചെയ്യുക, അടിപൊളി ഉണ്ടാക്കുക, കുത്തിക്കൊല്ലുക, ഇതെല്ലാം ചെയ്യാറില്ലേ? അപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാം കയറ്റി വെച്ച് അങ്ങോട്ട് എന്തൊരു രസമാ. ഫെയിലർ ഈസ് എ ഫീഡ്ബാക്ക്, ടേക്ക് ഇറ്റ് ഈസി, ഒരു പ്രശ്നവും ഇല്ല. ചേഞ്ചിങ് ദ മെത്തേഡ് ലീഡ്സ് ടു ഡിഫറെന്റ് റിസൾട്ട്. എന്താണ്? നിങ്ങൾ അവിയൽ ഉണ്ടാക്കി അല്ലെങ്കിൽ സാമ്പാർ ഉണ്ടാക്കി, എന്ത് പറ്റി? ശരിയായില്ല. കൂട്ടാൻ വേണ്ടിയിട്ട് കെട്ടിയവന് കൊണ്ടുപോയി കൊടുത്തു, അല്ലെങ്കിൽ അമ്മായിപ്പന് കൊണ്ടുപോയി കൊടുത്തു, എടുത്തൊരൊറ്റ ഏറാണ്. നിങ്ങളുടെ ഹാപ്പിനെസ് പോവുമോ? എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അന്നേരം നിങ്ങൾ ഈ പ്രോഗ്രാം മനസ്സിലാക്കിക്കണം. നിങ്ങളുടെ ഉണ്ടാക്കിയ മെത്തേഡ് തെറ്റിപ്പോയി, ഇനി പുതിയ മെത്തേഡ് കണ്ടുപിടിക്കുക. പുതിയ മെത്തേഡ് കണ്ടുപിടിക്കുമ്പോൾ പിന്നെ ചിലപ്പോൾ അവർ വലിച്ചെറിഞ്ഞെന്ന് വരും. ഉടനെ വേറൊരു മെത്തേഡ് കണ്ടുപിടിക്കുക. ഇങ്ങനെ ട്രയൽ ആൻഡ് എറർ ചെയ്ത് നിങ്ങൾ സക്സസ്സിലെത്തും. അപ്പൊ ഇത് നിങ്ങള് ഈ കറി വെക്കുന്ന കാര്യം പറഞ്ഞപ്പം ഇങ്ങനത്തെ കാര്യമൊക്കെ പറയുന്നു, വേറെ വല്ല അടുക്കളക്കാര്യം മാത്രമേ പറയാനുള്ളൂ. എന്നാൽ നിങ്ങളുടെ കുട്ടികളെ ചെറുതായിരുന്ന കാലത്ത് നിങ്ങളെ രാവിലെ പിള്ളേരെ പിടിച്ച് എഴുന്നേൽപ്പിക്കലായിരുന്നു. എടാ ഏക്കടാ എടി ഏക്കടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. എന്നാൽ അവരുണ്ടോ ഏക്കുവോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? യു വിൽ കണ്ടിന്യൂ സെയിം മെത്തേഡ്. ആ മെത്തേഡിനെ ഇച്ചൂടെ സ്ട്രോങ് ആക്കി എടുത്തിട്ട് പിള്ളേർക്ക് പിന്നെ നാണെന്ന് പറഞ്ഞില്ലല്ലോ. എത്ര അടിച്ചാലും അടിയും മേടിച്ച് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് പതുപ്പ് വലിച്ചിട്ട് അവസാനം ഒരേ രക്ഷയിൽ നമ്മൾ തലേണയുടെ കീഴിലോട്ട് തല കയറ്റി അങ്ങ് പഠിക്കണം. എന്നിട്ട് എൻ്റെ മക്കളൊക്കെ പണ്ട് പറഞ്ഞോണ്ടിരുന്നു, നാളെ ഞാനൊരു പാള കെട്ടിക്കൊണ്ടേ കിടക്കുള്ളൂ, എന്നാ പിന്നെ അമ്മച്ചി അടിക്കുന്നൊന്ന് കാണാമോ. എത്ര അടിച്ചാലും കേൾക്കുന്നു. അതേസമയം തോമാച്ചെന്ന് പറഞ്ഞ ആള് ഒന്ന് വിളിച്ചാൽ മതി, കൊച്ചന്നേരം ചാടി കേൾക്കും. അപ്പോൾ ഭാര്യ പറഞ്ഞു, തോമാച്ചനെ കുട്ടിക്ക് പേടിയാണ്. അവളോട് ചോദിച്ചു, എനിക്ക് അപ്പച്ചനെ പേടിയൊന്നുമില്ല. പിന്നെ എന്താ നീ കേൾക്കുന്നത്? അപ്പച്ചൻ വിളിച്ചു കഴിയുമ്പോൾ എനിക്ക് കേൾക്കാൻ തോന്നും, അത്രേ ഉള്ളൂ, സിമ്പിൾ. ഇതാണ് മെത്തേഡ് മാറ്റുക എന്ന് പറഞ്ഞത്. വിളിക്കുന്നതിന് ഒരു മെത്തേഡുണ്ട്. നിങ്ങളെ വിളിക്കുന്ന മെത്തേഡ് ഒന്ന് മാറ്റി നോക്കിക്കേ. ഇല്ലെങ്കിൽ മെത്തേഡ് മാറ്റിയിട്ട് കേൾക്കുന്നില്ലേ, എപ്പോഴെങ്കിലും എഴുന്നേക്കൂല്ലോ.
എന്നാലും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്ത് നോക്കിക്കേ, മെത്തേഡ് മാറിയില്ലേ? കുട്ടിയേക്കും. അപ്പൊ ഇതാണ് പ്രോഗ്രാം, പുതിയ പ്രോഗ്രാം. ചേഞ്ച് ദ മെത്തേഡ് ലീഡ്സ് ടു എ ഡിഫറെന്റ് റിസൾട്ട്. അപ്പോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ ഇപ്പോൾ ചേഞ്ചിങ് ദ മെത്തേഡ്. ഇല്ലെങ്കിൽ നിങ്ങൾ മെത്തേഡ് റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരുമ്പോൾ സന്തോഷം. അയ്യോ ഞാൻ വാഴ വെച്ചിട്ട് എനിക്ക് കൊല കിട്ടിയില്ല. ചേഞ്ച് ദ മെത്തേഡ്. വാഴ വെക്കുമ്പോഴേ അതിന് തണലൊക്കെ കുത്ത്, അല്ലെങ്കിൽ സപ്പോർട്ട് കമ്പൊക്കെ കുത്തി എഴുത, ഒടിഞ്ഞു പോകാതെ വളഞ്ഞു പോകാതെ. പിന്നെ അതിന് വേണമെങ്കിൽ അല്ലെങ്കിൽ കൊലയായി കഴിയുമ്പോൾ കള്ളന്മാർ കട്ടുകൊണ്ട് പോകുന്ന സ്വഭാവം ഉണ്ടല്ലോ, അപ്പൊ അവൻ കാവലൊക്കെ പെയ്യുക. ചെയ്യുന്ന മെത്തേഡ് ഇവർക്കെത്ത കൊല, അത്രയേ ഉള്ളൂ. മെത്തേഡ് മാറ്റണം. അപ്പൊ ഞാനിപ്പോ 2, 4 4 ഉള്ളെന്ന് തോന്നുന്നു, ഇനിയുണ്ട് അല്ലേ? ഈ 4 പ്രോഗ്രാംസ് ഇത് മതി കേട്ടോ. ജീവിതത്തിൽ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ 4 പ്രോഗ്രാം മതി. ഇതിപ്പോ നിങ്ങൾ കാണാപ്പാഠം പഠിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല. കാണാപ്പാഠം പഠിച്ചെന്ന് പറഞ്ഞാൽ ഇതിന്റെ നിങ്ങളുടെ മെമ്മറിയിലാണ് ഇരിക്കുന്നത്. മെമ്മറി പോയിട്ട് ഒരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ദേഷ്യം വന്നു കഴിയുമ്പം മെമ്മറിയുടെ വഴിക്ക് പോകും. പിന്നെ ഒന്നും കാണത്തില്ല, ഒന്നും ഓർമ്മ വരികയില്ല. അയ്യോ സാർ അന്ന് പറഞ്ഞ് ഏതോ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ ദേഷ്യം പോകാൻ വേണ്ടിയിട്ട്, സന്തോഷം വരാൻ വേണ്ടിയിട്ട്. സന്തോഷം വരണം, മെമ്മറി വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം വരും. അത് കാണുന്ന ഓർത്ത് വെച്ചു കേട്ടോ. നിങ്ങൾക്ക് സന്തോഷമില്ലെങ്കിൽ നിങ്ങളുടെ മെമ്മറി വട്ടപൂജ്യമായിരിക്കും. നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ പഠിച്ച് കാണാപ്പാഠം പഠിച്ചിട്ട് പോയിക്കോ. പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തിട്ട് സ്നേഹത്തിന്റെ കൂടുതൽ കൊണ്ട് അമ്മ പറയും, മോനെ നീ ഒത്തിരി പഠിച്ചു കേട്ടോ ഇന്നലെ രാത്രി, ഇത് വല്ലതും നീ ഓർക്കുവോടാ? ഓർക്കാൻ പറ്റുമോ? നീ തമ്പുരാൻ കർത്താവ് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ച് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാനീ പറയുന്ന തമാശ പറയുന്ന ഇങ്ങനത്തെ കേസൊക്കെ എൻ്റെ അടുത്ത് ധാരാളം വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ കൊച്ചു പോകാൻ നേരത്തെ മുഴുവൻ അമ്മ ഇങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? അപ്പൊ എനിക്ക് മറവി ഉണ്ടായിരിക്കും അല്ലേ? ഇനി ഞാൻ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോ മറക്കുവോ? നേരെ ക്ലാസ്സിൽ ചെന്നു, കൊച്ചിന് ബോധക്കേടുണ്ടായി. ക്ലാസ്സിലെ ഫസ്റ്റായിരുന്നു, ഛർദിച്ചു. ബോധക്കേട് വന്നു, ഛർദിച്ചു. കാരണം മറക്കുവോ എന്ന് അമ്മ ചോദിച്ചു, സ്നേഹം കൊണ്ട് ചോദിച്ചത്. അപ്പൊ അങ്ങ് മറന്നുപോയി, ആങ്സൈറ്റി വന്നു. ഇതൊക്കെയാണ് സംഗതികൾ. അപ്പോൾ ദി എൻഡ്, ഇതങ്ങ് തീർന്നു. നിങ്ങളാരും ചാടിപ്പോകല്ലേ. പ്രധാനപ്പെട്ട കാര്യം ഇനിയും പറയാനിരിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യം എന്നാണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിലായിരിക്കും. കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ സാധനം ക്രിട്ടിക്കൽ മൈൻഡാണ്. ക്രിട്ടിക്കൽ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇതിവനെ എന്തും കേൾക്കുന്നതും കിട്ടുന്ന മുഴുവനും ക്രിട്ടിസൈസ് ചെയ്യും. ഇപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിൽ ചെയ്യുന്നുണ്ട്, സാറേ ഇത് വല്ലതും നടക്കുന്ന കാര്യമാണ്. സാറൊക്കെ പറയും, സാറിന് പറ്റുമായിരിക്കും, അല്ലെ പിന്നെ ചില മിടുക്കന്മാരൊക്കെ പറ്റുള്ളൂ. ഞാൻ അത്ര വലിയ മിടുക്കനും പിടിക്കുന്നതല്ല. ഇതാണ് ക്രിട്ടിക്കൽ. അപ്പൊ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് പറയേണ്ട ഒരു കാര്യം ഞാൻ മനഃപൂർവ്വം പറഞ്ഞില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പലരും അവിടെ വെച്ച് തന്നെ ഏറ്റുപോകും. അതായത് നിങ്ങളുടെ ക്ലാസ്സിൽ, എൻ്റെ ക്ലാസ്സിൽ നിന്നല്ല ആരുടെയെങ്കിലും ക്ലാസ്സോ പ്രസംഗമോ എന്നും കേൾക്കാനിരിക്കുകയാണെങ്കിൽ മൈൻഡ് മൊത്തം എംറ്റി ആക്കണം. മനസ്സിലൊന്നും പാടില്ല. മനസ്സിലുണ്ടെങ്കിൽ ഇത് എത്രമാത്രം ശരിയാ, സാറ് പറയുന്നതൊക്കെ ശരിയായിരിക്കും. സാറിന്റെ ഡിഗ്രിയൊക്കെ നോക്കിയിട്ട് കുറെയൊക്കെ അറിയാമെന്ന് തോന്നുന്നു. പക്ഷെ ഈ ഡിഗ്രിയൊക്കെ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ആർക്കറിയാം? ഇല്ലേ? സംശയം വന്നില്ലേ? അപ്പോഴത്തേക്ക് ഈ കയറുന്ന സാധനമൊക്കെ അതിന്റെ വഴിക്ക് പോയി. ഇതിനാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ആ ട്രസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഒന്നും പാടില്ല. ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ട്രസ്റ്റ് വരത്തില്ല. കാരണം ഈ സാധനം തേട്ടി ഇങ്ങോട്ട് വരും. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദൈവവിശ്വാസത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അതാണ് ഡിഫറെന്റ് തിങ്.
ഞാനത് ചർച്ച ചെയ്യുന്നില്ല. അതായത് നിങ്ങളിപ്പോൾ ഏതായാലും ഇപ്പോൾ 10-65 പേര് ക്ലാസ്സിൽ വന്നിട്ടുണ്ട്, അത് ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ട്. ഏതായാലും എന്നെ പറ്റി ഒരു അഭിപ്രായം ഉള്ളതിൻ്റെ പേരിലാണല്ലോ നിങ്ങൾ ആ ഗ്രൂപ്പിൽ ചേർന്നിരിച്ചെങ്കിൽ വേറെ പണിയില്ല, നമ്മൾ വരേണ്ട ആവശ്യമില്ല. ഈ നേരത്തെ വല്ല സീരിയലും കണ്ടോണ്ടിരിക്കാൻ പാടില്ല. അപ്പൊ അതാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം നമ്മളെ നേർവഴിക്ക് കൊണ്ടുപോകും എന്നുള്ളൊരു ധാരണയുള്ളവൻ മാത്രമേ ക്ലാസ്സിലിരിക്കാവുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് റിപ്പീറ്റ് ചെയ്യുന്ന പറയുന്ന ആൾക്കാർ, റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ പറയുന്ന അവരോട് പറഞ്ഞു വെച്ചാൽ, നിങ്ങൾക്ക് ഇതിൻ്റെ പാഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ റിപ്പീറ്റ് ചെയ്യാവൂ. ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് അത് ബോറിംഗ് ആയിട്ട് തോന്നും. ഇപ്പോൾ വേണ്ട, ലോകത്തിൽ എന്തെല്ലാം ടോപ്പിക്സ് ഉണ്ട്, എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം നിർബന്ധമില്ല. ചിലർക്ക് കുക്കിംഗ് ഇഷ്ടമായിരിക്കും, ചിലർക്ക് കൃഷി ഇഷ്ടമായിരിക്കും, ചിലർക്ക് പാട്ട് പഠിക്കുന്നത് ഇഷ്ടമായിരിക്കും. ഈ പാട്ട് പഠിക്കുന്ന ഇഷ്ടമില്ലാത്ത ഒരാളിനെ പിടിച്ച് പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട് കാര്യം. ഈ NLP ഇപ്പോൾ ഒരു ക്ലാസ്സത്തെ ക്ലാസ് കേട്ടിട്ട് അതിനാണ് ഞാൻ ഇവരെ കൊണ്ടൊക്കെ സംസാരിപ്പിച്ചത്. അപ്പൊ ഇങ്ങനെ സംഗതികൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ധാരണ വന്നു കഴിഞ്ഞാൽ ഈ തിങ്കളാഴ്ച നടക്കുന്ന ക്ലാസ്സിൽ ഏതായാലും 2000 രൂപയും 6 ദിവസത്തെ പണിയുണ്ട്, അതേതായാലും മുടക്കാതിരിക്കാൻ പറ്റില്ല. ലോട്ടറി എടുക്കാതെ കൊണ്ട് അടിക്കുകയില്ലോ എന്നിങ്ങനെ അറിയുന്നത്. പല ആൾക്കാരും പറയും, സാറേ ഞാൻ ലോട്ടറി അടിച്ചില്ല. എടാ പൊട്ടാ, നീ ലോട്ടറി മേടിച്ചോ? ആ ലോട്ടറി മേടിക്കാൻ ആരും പറഞ്ഞില്ല, എല്ലാരും പറഞ്ഞു ലോട്ടറി അടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ എന്റെ പേരൊന്നും ഇല്ല, തീർന്നു. അപ്പൊ ആദ്യം നിങ്ങള് 2000 രൂപ മുടക്കി നമ്മുടെ ഗ്രൂപ്പിൽ ചേർന്നിട്ട് 6 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരുമ്പം നമ്പർ 1 കണ്ടീഷൻ ഫുൾ ട്രസ്റ്റിൽ വരണം. ക്രിട്ടിക്കൽ മൈൻഡിനെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് വരണം. ക്ലാസ് ഓരോ ദിവസത്തെ ക്ലാസ് കഴിയുമ്പോൾ ക്രിട്ടിക്കൽ മൈൻഡിൽ കയറ്റി വെച്ചോളൂ. പക്ഷെ ക്ലാസ്സിലോട്ട് വരുമ്പം ക്രിട്ടിക്കൽ മൈൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ യാതൊരു സംശയങ്ങളും ഉണ്ടാകുകയില്ല. സംശയങ്ങൾ എങ്ങനെയാണെന്നറിയോ? അപ്പൊ ഓരോരുത്തർ ചോദിക്കുന്നു, സാറേ ഞാൻ നേരത്തെ കേട്ടിരിക്കുന്നത് ഇങ്ങനെയല്ലല്ലോ. എന്റെ ചോദ്യം, നിന്നോട് ആര് പറഞ്ഞു അങ്ങനെ കേൾക്കാൻ? വേണ്ടാത്ത നീ കേട്ടതുകൊണ്ടല്ലോ പ്രശ്നം ഉണ്ടായ. ഇത് ഞാൻ ചോദിക്കുന്ന അവനോടല്ല, അല്ലെങ്കിൽ അവളോടല്ല, അവിടെ മൈൻഡിനോടെ ചോദിക്കുന്നത്. അതാണ് ദേഷ്യത്തിൽ ചോദിക്കുന്നത്. ആ മൈൻഡിനോട് ദേഷ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഓ സാറേ സോറി, നാളെ ഞാൻ വരുമ്പം ഇത് കൊണ്ടുവരിക. ആര് പറയും? മൈൻഡാ പറയുന്നത്. നാളെ ഞാൻ ഫ്രീ ആയിട്ട് വരും, എൻ്റെ ഉള്ളിൽ ഒന്നും കാണുകയല്ല. അവനെ ഒതുക്കണം. അതാണ് ശത്രു എന്ന് പറയുന്ന സാധനം. നിങ്ങൾ അവന്റെ മുകളിൽ ജയിച്ചാൽ നിങ്ങൾ ഫുൾ ടൈം 24 hours ഹാപ്പി ആയിട്ടിരിക്കും. ഇതുകൊണ്ടല്ലേ എങ്ങാണ്ടോ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത്, അവനെ ജയിച്ചവൻ ആര്? ചെകുത്താനെ ജയിച്ചവൻ. ഇതെല്ലാം ചെകുത്താന്മാരാണ്. ഈ തോട്ട്സ് എന്ന് പറയുന്നത് ചെകുത്താനാണ്, ഇല്ലേ? നിങ്ങളെ എല്ലാവരെയും ദുരിതത്തിലേക്ക് കൊണ്ടുപോകുന്ന എന്താണ്? തോട്ട്സ് അല്ലേ? അപ്പൊ തോട്ട്സിന്റെ പേരാണ് ചെകുത്താൻ എന്ന് പറഞ്ഞ സാധനം. ചെകുത്താൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മീനിങ് അതിന് കൊടുത്തിട്ടുണ്ട്. ആ മീനിങ് വെച്ചാൽ ഞാൻ പറഞ്ഞത്. അതാണ് എൻ്റെ കാര്യം. അപ്പോൾ തിങ്കളാഴ്ച ക്ലാസ് തുടങ്ങും. ഈ ഗ്രൂപ്പിൽ തന്നെ അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. താല്പര്യമുള്ളവർ 2000 രൂപ അടയ്ക്കുക. ഒരു എയർലി ബേർഡൊക്കെ ഞാൻ വിധിച്ചിരുന്നു. എയർലി ബേർഡ് ഏതായാലും വേണമെങ്കിൽ ഒരു ഇന്നും നാളെയും കൂടെ വേണമെങ്കിൽ എയർലി ബേർഡ് 1800 രൂപ. അപ്പോൾ എയർലി ബേർഡിൽ കയറിയ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വന്നു. സാറ് ആദ്യത്തെ എയർലി ബേർഡ് തീർന്നു പറഞ്ഞിട്ട് പിന്നെ തീർന്നു എന്ന് ചോദിക്കും. അപ്പോൾ ആരെങ്കിലും 2000 രൂപ എനിക്ക് നേരത്തെ അടച്ചിട്ടുണ്ടെങ്കിൽ 200 രൂപ തിരിച്ചു തന്നേക്കാം. അപ്പോൾ നാളെ എന്ന് പറയുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരത്തിന് മുമ്പായിട്ട് 1800 രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ NLP ക്ലാസ്സിൽ ചേരാം. പിന്നെ റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. റിപ്പീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇതെല്ലാം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ചെയ്യുള്ളൂ. ഞാൻ എല്ലാവരോടും പറയുന്നത് റിപ്പീറ്റ് ചെയ്യണം. കാരണം എപ്പോഴും കോൺഷ്യസ് മൈൻഡിലാണ് കിടക്കുന്നത്. അത് സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ ഇത് തലയിലിട്ട് ഇങ്ങനെ ഓടിച്ച് താഴെ ചെല്ലണം. താഴെ ചെന്ന് കഴിയുമ്പോഴാണ് ഈ സാധനമൊക്കെ പെട്ടെന്ന് ഇല്ലെങ്കിൽ ആങ്സൈറ്റി വന്നങ്ങ് പോകും. ദേഷ്യം ചാടി ഞാൻ വരും ആദ്യം, പിടിച്ചാൽ കിട്ടിയത്. അപ്പൊ ആ ദേഷ്യത്തെ നമ്മൾ തള്ളിക്കളയുന്ന ഈ പ്രോഗ്രാം അങ്ങോട്ട് പ്രോഗ്രാമിൽ കൂടെ ആ പുതിയ ചിന്തന കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡെങ്കിലും എടുക്കൂലോ. അതിനു മുമ്പിലെ തന്നെ ദേഷ്യം വന്ന് അടി കൊടുക്കും, അല്ലെ ചീത്ത പറയും. അപ്പൊ സന്തോഷം ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് പോയാൽ മതി അടി വീഴാൻ വേണ്ടിയിട്ട്. അല്ലാതെ കൊണ്ട് ഒരു ദിവസം ഒന്നും നോക്കിക്കേണ്ട ആവശ്യമില്ല.
കത്തി എടുത്ത് കുത്താൻ വേണ്ടിയിട്ട് അധികം നേരം വേണം. കുത്തന് എന്തോ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല, അന്നേരം എടുത്തു കത്തി എടുത്തു ഒരു കുത്തു കൊടുത്തു. ചിന്ത വരുന്നതിന് മുമ്പേ കുത്ത് നടന്നില്ലേ. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞ ഇത് സബ് കോൺഷ്യസ് മൈൻഡിൽ പോയി രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ എപ്പോഴെങ്കിലും ആരെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പെരുമാറി കഴിയുമ്പം നിങ്ങൾക്ക് ദേഷ്യം, സങ്കടം, വെറുപ്പൊക്കെ വരാതിരിക്കുക. അത് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ പല ക്ലാസ്സുകൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കൂടണം. ഇല്ലെങ്കിൽ നിങ്ങൾ 24 hours ഈ പറഞ്ഞ പ്രോഗ്രാംസ് ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവരണം. അത് മതി. പക്ഷേ എങ്ങനെ നിങ്ങൾ അങ്ങനെ ചെയ്യാമല്ലോ. സമയം കിട്ടുമ്പോൾ രസകരമായ ഏതെങ്കിലും ചിന്ത ഇങ്ങോട്ട് കൊണ്ടുവരും. അതാ വേണ്ടാത്ത ചിന്തകൾ. വേണ്ടാത്ത ചിന്തകളെല്ലാം രസകരമായിരിക്കും കേട്ടോ. പ്ലഷർ മീൻസ് പൊറോട്ട ചിക്കൻ എന്ന് പറയുന്ന ഒരു പ്ലഷറാണ്. അത് കൂടി എന്ന് കഴിഞ്ഞാൽ പിന്നെ ദഹനക്കേടുണ്ടാകും. അപ്പൊ പ്ലഷർ ഇല്ലേ, അത് സന്തോഷമല്ല. പ്ലഷർ എന്ന് പറയുന്നതിന് ഒരു സൈഡ് പ്ലഷറും ഒരു സൈഡ് പെയിനും. പ്ലഷറിന്റെ പിറകെ പോകുന്നയാളിന് നിർബന്ധമായിട്ടും പെയിൻ കിട്ടിയിരിക്കും. അത് ഗ്യാരണ്ടീഡാണ്. സംശയമുണ്ടോ? ഏതെങ്കിലും എടുത്ത് നോക്കിക്കോ. നിങ്ങൾ പ്ലഷറിന്റെ പുറകെ ഓടിയിട്ട് പിന്നീട് പറയാം, ശ്ശോ ഇത് വേണ്ടായിരുന്നു. ഐസ്ക്രീം എത്രയെണ്ണം തിന്നാൻ പറ്റും? ആദ്യം ഒരെണ്ണം തിന്നുന്നത് ഒക്കെ ടേസ്റ്റിന് വേണ്ടി തിന്നു, രണ്ടാമത് തിന്നു, പിന്നെ ആർത്തി കൂടി മൂന്നാമത് തിന്നു. അത് കഴിയുമ്പോഴത്തേക്കും പറയാം, ശ്ശോ വേണ്ടായിരുന്നു. സിനിമ കാണുന്നത് തന്നെ. രാവിലെ മോർണിംഗ് ഷോ കണ്ടു, പിന്നെ മാറ്റിനി കണ്ടു, പിന്നെ ഈവനിങ് ഷോ കണ്ടു. അപ്പോഴത്തേക്കും ഗ്യാസ് പോയി. ഷോ വേണ്ടായിരുന്നു. ആരാ വേണ്ടായിരുന്നു പറയുന്നത്? ഇതേ മൈൻഡ്. നിന്നെ കൊണ്ട് ഈ 3 സിനിമയും കാണിപ്പിച്ചത് ഈ മൈൻഡ് പറഞ്ഞിട്ടാണ്. എടാ ഇത് നല്ലതാണല്ലോ, അത് നല്ലതാണല്ലോ, നമുക്ക് ഏതായാലും ഞായറാഴ്ചയില്ലേ ഇതും കണ്ടേക്കാം അതും കണ്ടേക്കാം. ഈ തിയേറ്ററിൽ ഇപ്പം ഈ ഹോളിൽ ഇവിടെ വന്നാൽ 3 തിയേറ്റർ ഉണ്ടല്ലോ, അപ്പം 3 കണ്ടേക്കാം. വന്നതല്ലേ, വണ്ടിക്കൂലി ലാഭിക്കാം. ആര് പറഞ്ഞതാ? ഈ മൈൻഡ് പറഞ്ഞതാ. ഇതേ മൈൻഡാണ് പിന്നെ പറയുന്നത്, അയ്യോ ഇതിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ, തലവേദന ഉണ്ടായില്ലേ, തലവേദനയുടെ കാര്യം നീ തന്നെയല്ലേ കാരണക്കാരൻ. ഇതാണ് ശത്രു എന്ന് പറഞ്ഞത്. അപ്പൊ ശത്രുവിനെ സൂക്ഷിക്കുക. അപ്പോ ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്ത് വേണേലും ചോദിക്കാം. ഇപ്പൊ എടുത്ത ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും ചോദിക്കാം. ഇനി വേറെ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്കുണ്ടെങ്കിൽ പറയാം. തെറാപ്പി എന്ന് പറഞ്ഞാൽ കൗൺസിലിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ദേഷ്യം, സങ്കടം, പേടി, വെറുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം മാറ്റിത്തരാം ഫ്രീ ആയിട്ട്. ഇല്ലെങ്കിൽ കാശ് പിടിക്കും. പറ, ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് പറ. ആർക്കൊന്നുമില്ല. നാണിക്കൊന്നും വേണ്ട. അല്ല ഇപ്പൊ റെക്കോർഡിങ് നിർത്തിയേക്കാം.